ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് തട്ടുപൊളിപ്പൻ കവിതകൾ ഇവിടെ പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. അധികമൊന്നുമില്ല കേട്ടോ, ഒന്ന് രണ്ടെണ്ണം എടുക്കുക കേട്ടോ. ഇത് എനിക്ക് ബഷീറിന് ഭയങ്കര ഇഷ്ടമാണ്. ബഷീർ ഇപ്പോൾ ബഷീർ മാമനെ ആലോചിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയാണ് കേട്ടോ. അതിൻ്റെ ഏറ്റവും അവസാനം എത്ര മാറി നിന്നാലും ബഷീർ മാമൻ വിളിക്കുന്നതാണ്. കാരണം ഈ ബഷീറിൻ്റെ എഴുത്തുകൾ എന്നെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബഷീറിൻ്റെ ഡയറി കുറിപ്പുകൾ എനിക്കത് വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ നമ്മളൊരു നാട്ടിൻപുറത്തുനിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇത് കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ബഷീർ വൈകാരികമായ കാര്യങ്ങളെ വളരെ ഹ്യൂമറസ് ആയിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, നമ്മുടെ മനസ്സിങ്ങനെ നിറയണ ഒരു സംഗതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ ബഷീറിൻ്റെ ആറ്റിറ്റ്യൂഡിന്, അതായത് ബഷീർ വളരെ എക്സ്പ്രസീവായ രീതിയിൽ എഴുതുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് പലപ്പോഴും നമ്മളിങ്ങനെ സ്വാധീനിക്കുക. കാരണം നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി സമൂഹത്തിൽ ജീവിക്കാൻ പാടാണെന്നാണ് എൻ്റെ ചുരുക്കം അനുഭവങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നമുക്ക് സമൂഹത്തോട് കുറച്ചുകൂടിയൊക്കെ രസമായിട്ട് ഇടപെടണമെങ്കിൽ അങ്ങനെ വൈകാരികമായ ഒരു തലത്തെ, അതിൻ്റെ ഒരു സൂത്തിങ്നെസ്സിനെ, അതിൻ്റെ ഒരു ജെന്യൂയിൻ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് നമ്മൾ പറയില്ലേ, ഡിപ്ലോമാറ്റിക്കായിട്ട് ജീവിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നൊരവസ്ഥയിൽ നിന്നുകൊണ്ട് ചില സമയത്ത് ഈ ബഷീറിനെ നമ്മൾ മനഃപൂർവ്വം തന്നെ മാറ്റി നിർത്തും. പക്ഷേ ചില സമയത്ത് നമ്മൾ വീണ്ടും ഇതിലേക്ക് തന്നെ പോകും, ചില സമയത്തല്ല പലപ്പോഴും. അപ്പോൾ എത്ര മാറി നിന്നാലും ബഷീർ മാമൻ വിളിക്കും എന്ന ഒരു അവസാനം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സംഗതി ഇട്ടുണ്ട്. ഇത് തലക്കെട്ടൊന്നും ഇല്ലാത്ത ഒരു ഇതാണ്, പക്ഷേ വേണമെങ്കിൽ തലക്കെട്ട് എന്നിടാൻ പറ്റും. ഉണ്ടല്ലോ, അപ്പോൾ എന്നാണ്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 3 കുത്തുണ്ട്. അപ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത് കേട്ടോ. നോക്കാം. തലക്കെട്ട്, എന്നിട്ട് താഴെ 3 കുത്ത്, എന്നിട്ട് തുടങ്ങുകയാണ്, ഒരു കാര്യം പറഞ്ഞു തുടങ്ങുകയാണ്. അങ്ങനെ ചെറുപ്പത്തിൽ വീട്ടിലൊരാടുണ്ടായിരുന്നു. ഫുട്ബോൾ വയറിലും 2 ഇടങ്ങഴി കഞ്ഞി മോന്തൽ, മ്രേന്ന് ഏമ്പക്കം വിടൽ, കാല് പൊക്കി ഗുസ്തി കാട്ടൽ. അങ്ങനെ ചെറുപ്പത്തിൽ വീട്ടിലൊരാടുണ്ടായിരുന്നു. ഫുട്ബോൾ വയറിലും 2 ഇടങ്ങഴി കഞ്ഞി മോന്തൽ, മ്രേന്ന് ഏമ്പക്കം വിടൽ, കാല് പൊക്കി ഗുസ്തി കാട്ടൽ, ആയമ്മൻ്റെ ഇമ്പോർട്ടൻ്റ് പണികൾ. അങ്ങനെ ചെറുപ്പത്തിൽ വീട്ടിലൊരാടുണ്ടായിരുന്നു. ഫുട്ബോൾ വയറിലും 2 ഇടങ്ങഴി കഞ്ഞി മോന്തൽ, മ്രേന്ന് ഏമ്പക്കം വിടൽ, കാല് പൊക്കി ഗുസ്തി കാട്ടൽ, ആയമ്മൻ്റെ ഇമ്പോർട്ടൻ്റ് പണികൾ. ആയമ്മൻ്റെ തക്കം കിട്ടിയാൽ കെട്ടുപൊട്ടിക്കൽ, തെക്കുവടക്ക് തിത്തയിലാത്തൽ, ചാരപ്പാത്രം തട്ടിമറിക്കൽ, അടുക്കള വീതനയെന്ന് ഉണക്കമീൻ കക്കൽ. തക്കം കിട്ടിയാൽ കെട്ടുപൊട്ടിക്കൽ, തെക്കുവടക്ക് തിത്തയിലാത്തൽ, ചാരപ്പാത്രം തട്ടിമറിക്കൽ, അടുക്കള വീതനയെന്ന് ഉണക്കമീൻ കക്കൽ, കുഞ്ഞു കുട്ടികളുടെ റബ്ബർ പല്ലിയ വിഴുങ്ങൽ, അമർത്തി നോക്കിയാൽ ngേ മറൽ, പകരത്തിന് പൂസായി ആക്റ്റൽ, മേപ്പിട് നോക്കി കോക്രി കാട്ടൽ, ആളെ നോക്കി മൂത്രൊഴിക്കൽ, ആയമ്മനെക്കുറിച്ചുള്ള ആദ്യ ഓർമ്മകൾ. ഇങ്ങനെയാണ് സംഗതി വരുന്നത് കേട്ടോ. പിന്നൊരു ലുട്ടാപ്പിനെ കുറിച്ചുള്ളൊരു സംഗതിയുണ്ട്. അതാണ് ഞാൻ ഏറ്റവും സെൻസിറ്റീവായിട്ട് ഇരുന്നൊരു സമയത്ത് ഞാൻ എഴുതിയിട്ടുള്ളൊരു കുഞ്ഞു കവിതയാണ് കേട്ടോ. 22 വയസ്സിലെന്തോ എഴുതിയതാണത്. പെണ്ണും പനിപ്പേടിയും എന്നാണ് അതിൻ്റെ ഒരു സംഗതി. എനിക്ക് സാധാരണ അസുഖങ്ങൾ വരൽ പനി വരും. ഞാൻ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ എനിക്ക് പനി വരും. ഭയങ്കരമായിട്ട് നെർവസ് ആയിട്ടുണ്ടെങ്കിൽ പനി വരും. അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട്. പനിയാണ് എനിക്ക് സാധാരണ കൂടുതൽ വരൽ. അതും വർഷത്തിൽ 1-2 തവണ വരും, അത്രേ ഉള്ളൂ. ദൈവം സഹിച്ച് വേറെ അസുഖങ്ങളൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ പനി വരുന്ന സമയത്ത് ഞാൻ ഇമോഷണലി വളരെ തകർന്ന് തരിപ്പണമാവും ഗൈസ്. അപ്പോൾ എനിക്ക് ഈ കുഞ്ഞു കുട്ടികളെ പോലെ വാശിയൊക്കെ വരും, സങ്കടം. വാശി പറഞ്ഞാൽ അങ്ങനെയുമില്ല, സങ്കടമാവും. വാശി വന്ന് സങ്കടമാവും, ഞാൻ പിണങ്ങിയിരിക്കണ പോലുള്ളൊരു അവസ്ഥയ്ക്ക് വരും. പക്ഷെ അത് പലപ്പോഴും അത് അഡ്രസ്സ് ചെയ്യാൻ എനിക്ക് സംഭവിച്ചിട്ടില്ല. ഞാൻ അത് വിക്ടിം കാർഡ് കളിക്കലാവൂല. എന്തായാലും എനിക്കപ്പോൾ ആ സമയത്ത് എന്നെ വല്ലാണ്ട് എനിക്കൊരു ഭയങ്കര ഒരു ഇമോഷണൽ കമ്പാനിയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കും. ഇല്ലാന്ന് തിരിച്ചറിയുമ്പോൾ അതങ്ങനെയാണെന്ന് അംഗീകരിക്കാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ്. നോക്കട്ടോ. പെണ്ണും പനിപ്പേടിയും എന്നാണ് കവിതയുടെ തലക്കെട്ട്. എൻ്റെ കവിതകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കവിതയും കഥയില്ലാത്ത മാതിരിയുള്ള റൈറ്റിംഗ് കേട്ടോ. കാരണം ഞാൻ അത്ര സ്ട്രക്ചേർഡ് അല്ല. എൻ്റെ ഒരു സ്ട്രക്ചർ വേറൊരു രീതിയിലാണ്, ആണെങ്കിൽ അങ്ങനെ എടുക്കാം. പെണ്ണും പനിപ്പേടിയും. നോക്കാം. പനി പിടിക്കുമ്പോഴാണ് എല്ലാ തരത്തിലുള്ള ധൈര്യവും ചോർന്നു പോണത്. ആള് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നും. പനി പിടിക്കുമ്പോഴാണ് എല്ലാ തരത്തിലുള്ള ധൈര്യവും ചോർന്നു പോണത്. ആള് നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നും. എന്ന് പോക്കി പിടിച്ച് കിടക്കുമ്പോൾ കാക്കയും പൂച്ചയൊന്നും കൊണ്ടുപോവില്ല എന്നൊരു ഫീലാണ്.
ങ്ങും നിൽക്കുമ്പോൾ ചെരിഞ്ഞ് കിടന്ന് പെണ്ണുറങ്ങുമ്പോൾ നെറ്റിയിലെ തുണിയൊക്കെ പൊക്കി നമ്മളിങ്ങനെ എത്തി നോക്കും. ങ്ങും നിൽക്കുമ്പോൾ ചെരിഞ്ഞ് കിടന്ന് പെണ്ണുറങ്ങുമ്പോൾ നെറ്റിയിലെ തുണിയൊക്കെ പൊക്കി നമ്മളിങ്ങനെ എത്തി നോക്കും. കണ്ണടത്തിക്കണുണ്ടോ ഓള് എന്ന്, അല്ല കണ്ണടത്തിക്കണോ ഓള് എന്ന്. മുണ്ടാണ്ട് കുമന്ന് മേപ്പിട്ട് നോക്കി ചിന്തിച്ച് കിടക്കും. മുണ്ടാണ്ട് കുമന്ന് മേപ്പിട്ട് നോക്കി ചിന്തിച്ച് കിടക്കും. ബോറടിച്ച് ചൂണ്ടാണി വിരലോണ്ട് ട്രിണീന്ന് അമ്മിഞ്ഞ മുട്ടിൽ തട്ടും. ഉറങ്ങന്നല്ലേ എന്ന് ഉറപ്പ് വരുത്താൻ എത്തി എന്നെ നോക്കും. മോന്തയിൽ ഇങ്ങനെ നോക്കി പിശുന്ന് വിരലറ്റം മൂക്കു തലപ്പിൽ ദോശ പരത്തും. നോക്കി കിടക്കും. അതിന് ഏറ്റവും അവസാനം 2 കുത്തിട്ടൊരു സാധനമുണ്ട്. എത്ര ധൈര്യം നിറച്ചാലും കാര്യമില്ല, പനി വന്നാൽ ആൾ പോവും. ബ്രാക്കറ്റിൽ കോപ്പിലെ സ്വപ്നങ്ങൾ. അങ്ങനെയാണ് എൻ്റെ സംഗതി. ഞാൻ വേറൊരു സാധനം കേട്ടോ, വേറൊരു മോഡിലുള്ളൊരു സാധനമാണ്. ഇരുട്ടിനും തെളിച്ചത്തിനും ഇടയിലുള്ള സാധ്യതയെ ഞാൻ ചുവപ്പെന്ന് ശ്വസിക്കും. ഇരുട്ടിനും തെളിച്ചത്തിനും ഇടയിലുള്ള സാധ്യതയെ ഞാൻ ചുവപ്പെന്ന് ശ്വസിക്കും. ഇതാണ് തലക്കെട്ട് കേട്ടോ. അടിച്ചു പൊട്ടിക്കാനാവാത്ത കല്ലിനെ ഊതിപ്പെരുപ്പിച്ചുരുക്കി ജലമാക്കി ആകാശത്തോളം പറത്തിപ്പടർത്താൻ ആത്മാവിൽ പ്രണയം കവിതയായി എടുത്താൽ കണ്ട കാഴ്ചകൾ, എഴുതാത്ത വരികൾ, നിറഞ്ഞ ശ്വാസങ്ങൾ, നിന്നിലേക്കുള്ള വഴികൾ, പോരാത്ത തീരാത്ത പച്ചച്ച സ്വത്തും പറന്നു പടർന്നൊരാകാശമോളം പടർത്തിപ്പറത്താൻ ആയുസ്സിനെ നാം എന്തിനോടുപമിക്കും? 2 കുത്ത്. വേറൊരു സാൻഡിട്ടോ, ഞാൻ മാരേജ് എന്നുള്ളൊരു സംഗതിയൊക്കെ ഞാൻ ഈ സമയത്ത് ഈ മാരേജ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സംഗതിയായിട്ട് തോന്നലുണ്ട്. ഇത് പലർക്കും ഇത് അംഗീകരിക്കാൻ പറ്റില്ല, എന്തായിക്കോട്ടെ നോക്കട്ടെ. ഒരു സാധനം കേട്ടോ, ഒരു ടൈപ്പാണ്. എഴുതി തീരാത്ത കവിതയിലെ വരികൾ എന്നാണ് അതിൻ്റെ തലക്കെട്ട്. എഴുതി തീരാത്ത കവിതയിലെ വരികൾ. നോക്കല്ലേ, ഇത് രണ്ടുപേരും സംസാരിക്കണ ഒരു സാധനമാണ് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. സിംഗിൾ ഇൻവെർട്ടർ കോമയുടെ ഉള്ളിലാണ് ഒരു സംഭാഷണം ശകലങ്ങൾ വരുന്നത്. എഴുതി തീരാത്ത കവിതയിലെ വരികൾ എന്നാണ് തലക്കെട്ട്. ഇഫ് യു ആർ ഓക്കെ, നമുക്കൊരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഇഫ് യു ആർ ഓക്കെ, നമുക്കൊരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഒരാളെ മാത്രമേ എനിക്ക് പ്രണയിക്കാൻ കഴിയൂ, അയാളെ കിട്ടണില്ല ആരെയും. ഇഫ് യു ആർ ഓക്കെ, നമുക്കൊരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? ഒരാളെ മാത്രമേ എനിക്ക് പ്രണയിക്കാൻ കഴിയൂ, അയാളെ കിട്ടണില്ല ആരെയും. ഈ ഇഫ് യു ആർ ഓക്കെ, നമുക്കൊരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ഒരാൾ ചോദിക്കണത് കേട്ടോ. ഒരാളെ മാത്രമേ എനിക്ക് പ്രണയിക്കാൻ കഴിയൂ, അയാളെ കിട്ടുന്നില്ല ആരെയും എന്നുള്ളത് ആ പെണ്ണ് പറയണതാണ്. അപ്പോൾ മറ്റേ ചെക്കൻ പറയണം, നീ എന്നെ തിരിച്ച് പ്രണയിക്കണം എന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, അത് നിൻ്റെ ഇഷ്ടമല്ലേ. അപ്പോൾ പെണ്ണ് പറയാണ്, പിന്നെ ചുമ്മാ കിട്ടിയാൽ മതിയോ? അപ്പോൾ ആ ചെങ്ങായി പറയാണ്, നമ്മളിപ്പോൾ സംസാരിക്കണില്ലേ, അതിനെ ഫർദറൈസ് ചെയ്യണോ, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ സംസാരിക്കണില്ലേ, അതിനെ ഫർദറൈസ് ചെയ്യണോ, അത്രയേ ഉള്ളൂ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഡ്രിങ്ക്സ് അടിക്കുന്നു. നിനക്കൊരു പനി പിടിച്ചുവെന്ന് കരുതുക, ഞാനൊരു ചുക്ക് കാപ്പി ഇട്ടു തരുന്നു. നെറ്റിയിലൊരു ഐസ് വാട്ടറിൽ നനച്ച തുണി വെച്ചു തരുന്നു. പറ്റുവാണേൽ ഒരു ഉമ്മ തരുന്നു. ചില ടൈമിൽ നമ്മൾ തെറ്റി നടക്കണു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിന്നെ വിളിച്ച് ഇപ്പം ചത്തുപോവടി ഓടിവായോ എന്ന് പേടിപ്പിക്കണു. നീ ഓടിപ്പിടച്ച് എന്താണെന്ന് ചോദിച്ചു വരുമ്പോൾ ഉമ്മണ്ടോടി എന്നും പറഞ്ഞ് കിടക്കണു. നീ ഭ്രാന്താവണു, ചീത്ത വിളിക്കണു. രാത്രി എണീറ്റ് നോക്കുമ്പോൾ നീ കൂർക്കം വലിച്ച് ഉറങ്ങണത് സഹിക്കാണ്ട് നിന്നെ തട്ടി വിളിച്ച് ഉറങ്ങാൻ സമ്മതിക്കാണ്ട് കെട്ടിപ്പിടിച്ച് ഓരോ നുണയും പറഞ്ഞ് കിടക്കണു, ETC എക്സെട്ര ആണേ. അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു സാധനം. വേറൊരു സാധനം കിട്ടും, അസ്തിത്വം. ഞാൻ സമൂഹത്തിൽ പലതരത്തിലുള്ള ഈ ഡിവിഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ എതിരെ എന്നുള്ള രീതിയിൽ, എതിരെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയ സാധനമാണ് അസ്തിത്വം. ഇതൊക്കെ പണ്ടെപ്പോഴും എഴുതി വെച്ച സാധനം കേട്ടോ. അസ്തിത്വം. എന്തുമാത്രം വിഭാഗീയതയാണ് ചുറ്റും. അസ്തിത്വം എന്നാണ് തലക്കെട്ട്. എന്തുമാത്രം വിഭാഗീയതയാണ് ചുറ്റും. ജെൻഡർ, ക്ലാസ്, കാസ്റ്റ്, റിലീജിയൻ, മണി, ഐഡിയാസ്. 2 കുത്ത്. ബേസിക്കലി മനുഷ്യരായി എടുക്കാം. ആ വിഷയം തീർന്നോ? മനുഷ്യരുടേത് മാത്രമോ ലോകം? മറ്റു ജീവികളോ? ആന, പുലി, നരി, കുതിര, കഴുത, കുരങ്ങൻ, പ്രാവ്, സ്രാവ്, മീൻ, തിമിംഗലം, ഉറുമ്പ്, കാക്ക,
കൊറ്റി, വെള്ളക്കൊറ്റി, കരിങ്കാക്ക, വെള്ളക്കാക്ക, കരിങ്കൊറ്റി, പട്ടി, നായ, നായപ്പട്ടി, പട്ടിനായ, നാട്ടി, പയ, ഈനാമ്പേച്ചി, മരപ്പട്ടി, കുഴിയാന, ചിറകാന, ഇന്ത്യനാന, ആഫ്രിക്കനാന, മതയാന, മതമൊതുക്കിയ ആന, ഒതുക്കാത്ത ആന, അമീബ, ദിനോസർ, മരം, പൂമരം, ചെടി, പൂ, കതിര്, വിത്ത്, കല്ല്, മണ്ണ്, ഫോസിൽ, ജലം, മോളിക്യൂൾ, ആറ്റം, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ബോസോൺ, ജീവബിന്ദു, തുടിപ്പ്, ഊർജം, പ്രപഞ്ചം. ഹാ ഊർജ ബിന്ദുക്കളെ, പ്രപഞ്ചമേ, ഐ ലവ് യു. ഇങ്ങനെ സാധനം. പിന്നെ വേറൊരു സാധനം കേട്ടോ, കുറച്ച് വേറൊരു മൂഡിലുള്ള സാധനമാണ്, കുറച്ച് വലിയൊരു തലക്കെട്ടാണ് എങ്ങനെ വരുന്നത്. ടോർച്ചേന്തി അന്തർ, റേഡിയോ ബധിരർ, മൈക്ക് മൂകർ, നിർവികാരം എഴുതപ്പെടാത്ത രഹസ്യം. ഹാ ടോർച്ചേന്തി അന്ധർ, റേഡിയോ ബധിരർ, മൈക്ക് മൂകർ, നിർവികാരം എഴുതപ്പെടാത്ത രഹസ്യം. ഹാ ഇതാണ് തലക്കെട്ട്. ഞാൻ താഴെ വായുവിൽ തെന്നി നീങ്ങും സോളിഡ് ആകാരത്തെ ഉരുക്കി ജലമാകുന്ന വേനൽ, നിൻ്റെ തിളനില എന്ത്? വായുവിൽ തെന്നി നീങ്ങും സോളിഡ് ആകാരത്തെ ഉരുക്കി ജലമാകുന്ന വേനൽ, നിൻ്റെ തിളനില എന്ത്? ആകാരം പ്രണയവും വായു കർമ്മവുമായാൽ ജലം എന്തിൻ്റെ പ്രതീകമല്ല? ഹാ മരണത്തെക്കുറിച്ചെന്ത്? ജീവദ്ഗുണങ്ങൾ വലിച്ചൂറ്റിയൊരു തുള്ളി ജലം, പുഴ, കടൽ, സമുദ്രദാഹജലം, വേനൽ വ്യാധികൾ, ഏതൻ തോട്ടങ്ങൾ, കർമ്മബന്ധങ്ങൾ, ജീവത് പ്രണയങ്ങൾ, കാലങ്ങൾ, ചാക്രിക ജീവിതങ്ങൾ. പിന്നെ എത്ര ക്വസ്റ്റ്യൻ മാർക്കാ? 1 2 3 4 5 6 7 8 9 ക്വസ്റ്റ്യൻ മാർക്ക്. ജീവൻ്റെ ഇരുനില ജലം, പ്രാണൻ്റെ പിടനില ജലം, ജലദാഹം ജലം, ആദിമധ്യാന്തം, രഹസ്യ ഋതുക്കളിൽ, ഋതുരഹസ്യങ്ങളിൽ നിനക്കെന്തറിയാം വേനൽ വിഡ്ഢി. അടുത്ത് ഉത്തരങ്ങൾ, ചോദ്യങ്ങൾ, നാം. ഇത് കുറച്ച് ഡ്രൈമായിട്ടുള്ള ഒരു സാധനമാണ്. ഇതല്ലാണ്ട് വേറെ കുറച്ച് വൈകാരികമായി സ്വാധീനിക്കുന്ന സാധനങ്ങൾ വേറെ കേട്ടോ. ഇതും കൂടി നോക്കാം. ഉത്തരങ്ങൾ, ചോദ്യങ്ങൾ, നാം. ഇതാണ് തലക്കെട്ട്. അതിൻ്റെ താഴെ എന്നെക്കുറിച്ച് എന്തു തോന്നുന്നു? രാജ്യം. ഇതൊരു കോൺവെർസേഷൻ മോഡുള്ളൊരു സാധനമാണ്. എന്നെക്കുറിച്ച് ഉത്തരങ്ങൾ, ചോദ്യങ്ങൾ, നാം എന്നാണ് തലക്കെട്ട്. അതിൻ്റെ താഴെ എന്നെക്കുറിച്ച് എന്തു തോന്നുന്നു? രാജ്യം. രാജ്യത്തെക്കുറിച്ച് എന്തു തോന്നുന്നു? ലോകം. ലോകത്തെക്കുറിച്ച് എന്തു തോന്നുന്നു? പ്രപഞ്ചം. പ്രപഞ്ചത്തെക്കുറിച്ച് എന്തു തോന്നുന്നു? നീ. നിന്നെക്കുറിച്ച് എന്തു തോന്നുന്നു? നീയും ചോദ്യവും. അടുത്ത് ലവ് മേക്കിങ്ങും പരിണാമ സിദ്ധാന്തവും. ലവ് മേക്കിങ്ങും പരിണാമ സിദ്ധാന്തവും എന്നാണ് തലക്കെട്ട്. ലവ് മേക്കിങ്ങും പരിണാമ സിദ്ധാന്തവും. തീവ്രമായി പ്രണയബദ്ധരായ നാം അതിഗാഠമായി പങ്കുവയ്ക്കപ്പെടുമ്പോൾ, തീവ്രമായി പ്രണയബദ്ധരായ നാം അതിഗാഠമായി പങ്കുവയ്ക്കപ്പെടുമ്പോൾ നമുക്കിടയിലുള്ള പരിണാമ സിദ്ധാന്തത്തിൻ്റെ വ്യാപ്തി അളന്നു തിട്ടപ്പെടുത്താനാവുമോ? ഉദാഹരണത്തിന്, നമ്മളിൽ ഒരാൾ രാഷ്ട്രവും മറ്റേയാൾ ജനങ്ങളുമെന്നും കരുതിയാൽ നമ്മളിലൂറുന്ന ലോകസ്നേഹത്തിൻ്റെ വിത്തുകൾ പടർന്നു വരുന്നതെങ്ങനെ? മനസ്സും ആത്മാവുമെന്നും എടുത്താൽ ശരീരത്തിൻ്റെ പരിണാമ വഴികൾ നമ്മെ പരസ്പരം രമിപ്പിക്കുന്നതെങ്ങനെ? ഞാനും നീയും പ്രപഞ്ചമെന്നെടുത്താൽ ആദിയും അന്തവും പരിണാമത്തിലെങ്ങനെ? പിന്നെ കുറച്ച് വിപ്ലവം പോലുള്ള ഒരു സാധനമാണ്, മൂത്ര കവിത എന്നൊക്കെ പറഞ്ഞിട്ട് സാധനമുണ്ട്. അത് അവിടെ നിൽക്കട്ടെ കേട്ടോ. അടുത്ത് മടിക്കോന്തല. ഇത് ഒരു ഒടിയനുമായി ബന്ധപ്പെട്ടൊരു സാധനമാണ്, മടിക്കോന്തല. നമ്മുടെ നാട്ടിലെ ഒടിയൻ സംഭവം ഉണ്ടല്ലോ, ഒടിയന്മാരുണ്ട് എന്നൊക്കെ ഉണ്ട്. പാലക്കാട് ഒടിയൻ അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ കുറേ കേട്ട കഥകളും ഒടിയൻ എന്നുള്ള ഒരു പരിപാടി ചെയ്തിരുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കുറച്ച് പേരെ കാണിച്ചു തന്നിട്ട് ഇതാണ് ഒടിയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാർ. അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ നമ്മളങ്ങനെ കേട്ടിട്ടും അങ്ങനെ കുറച്ച് ആളുകളെ കണ്ടിട്ടുണ്ട്. ഒടിയനായിട്ട് കണ്ടില്ല,
ഒരാളെ കാണിച്ച് ഇത് ഒടിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് വന്ന സാധനമാണ് മടിക്കോന്തല എന്നാണ് തലക്കെട്ട് കേട്ടോ. മടിക്കോന്തല. ഈ മടിക്കോന്തല എന്നുള്ള സംഗതി കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണ്. ഈ വെള്ള മുണ്ടൊക്കെ വെച്ചിട്ട് സ്ത്രീകൾ വരൂലേ, ബ്ലൗസ് മുണ്ടും. അപ്പോൾ ആ മുണ്ടിൽ ഇവർ ഈ എന്തെങ്കിലും പറയുക, വെറ്റിലയും അതൊക്കെ ചെറിയൊരു കെട്ടിയിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ വലിച്ച് കെട്ടൂലേ, അതാണ് മടിക്കോന്തല എന്നുള്ളതുകൊണ്ട് പറയുന്നത്. ആ ഒരു മറ്റേ മുണ്ട് ഉടുക്കണേൻ്റെ ഒരു സൈഡ്, മടക്കി കുത്തണേൻ്റെ ആ സൈഡ്, മടിക്കോന്തല എന്നാണ് തലക്കെട്ട്. പച്ചപ്പാടം മയങ്ങിപ്പരന്ന നട്ടുച്ച നടുക്ക് നീരോലി വേലിയിൽ വളഞ്ഞ മൺകുടിൽ. പച്ചപ്പാടം മയങ്ങിപ്പരന്ന നട്ടുച്ച നടുക്ക് നീരോലി വേലിയിൽ വളഞ്ഞ മൺകുടിൽ. കിഴക്കുമാറി നാഗത്തറ, തെക്ക് മുളങ്കാട്, വടക്ക് കാഞ്ഞിരക്കയപ്പ്, കരിമ്പാറ പടിഞ്ഞാറ്. കറുത്തു നീലിച്ച മഷിക്കായകൾ പൂത്ത നട്ടുച്ചയിൽ പടർന്നു മയങ്ങും പച്ചപ്പാടം നീരോലി വേലിയിൽ വളഞ്ഞു പരന്ന ചാണകം മെഴുകിയ മൺകുടിൽ. വിളക്കു കൊളുത്തിയ സന്ധ്യ. 60ൻ്റെ ചുറുചുറുക്കിലൊരു ലക്ഷ്മിയെടത്തി. ഇടവപ്പാതികൾ പുതഞ്ഞുപോയ മീനച്ചൂട് പോൽ ചുമന്ന കാന്താരിമുലകൾ. വെറ്റില മുറുക്ക് ചതഞ്ഞു മുറുകിയ അടയ്ക്കാപ്പല്ലുകൾ. കള്ളിമുൾ പടർപ്പിനും കൈതക്കാടിനുമിടയിൽ രാവു കനത്തൊരിടവഴി പോൽ കടുകെണ്ണ മണക്കുന്ന തുടകൾ, മൺതവള കണ്ണുകൾ. മുരണ്ട് മണ്ണട്ടകൾ കാഞ്ഞിരക്കയ്പിലും ചാണകക്കുടിലിലും കനത്ത രാത്രി. ഇരുട്ട് ചത്തയനക്കങ്ങൾ. അരിച്ചിറങ്ങി മോങ്ങും തുള്ളൽപ്പാട്ടിൽ കടുകെണ്ണ മണം ഇല്ലിപ്പടിയിലടിച്ചു പൊട്ടിച്ച് ഒടിയൻ. കരിമ്പാറ പതറലുകൾ, സർപ്പച്ചീറ്റലുകൾ, മുളഞരക്കങ്ങൾ, അലറിമൂങ്ങി പട്ടികൾ, ചതഞ്ഞ മണ്ണട്ടകൾ, ആവികൾ പാറിക്കെടുന്ന മണ്ണെണ്ണ നാളം. ഒട്ടിയ മുടികൾ, കുഴിഞ്ഞ മുലകൾ, അഴിച്ചു കശക്കിയ തുടകൾ, കണ്ണുകൾ ഉന്തിയ കണ്ണുകൾ. പൊട്ടിയ സൂര്യനിൽ ചിലച്ച ഗൗളിയിൽ ഒലിച്ചു വറ്റിയ ചോപ്പിൽ പള്ള പൊട്ടി പടർന്നു ചത്ത 60ൻ്റെ റാണി. ഇനി സിമ്പിൾ സാധനമാണ്. എനിക്കൊരു സമയത്ത് നമ്മൾ ഡിപ്രഷനൊക്കെ കയറിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര സൈലൻ്റായിട്ടും ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് എന്നൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഒരു 8 മാസത്തോളം. പ്രാന്തൊന്നല്ല കേട്ടോ, എനിക്കൊരു ലവ് ഫെയിലിയർ എന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടായിട്ട് ഞാൻ എൻ്റെ ജോബൊക്കെ റിസൈൻ ചെയ്തൊരു സമയത്ത് അനുഭവിച്ച ഒരു സംഗതിയുടെ ഒരു ഇതാണ്. പ്യൂപ്പയും വസന്തവും തമ്മിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചുള്ള സാധനമാണ്. അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല കേട്ടോ, ഞാൻ എഴുതിയത് ആ ഒരു ഇതിലായിരുന്നു. ഇങ്ങനെ വേണമെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. പ്യൂപ്പയും വസന്തവും തമ്മിൽ എന്നാണ് തലക്കെട്ട്. പ്യൂപ്പയും വസന്തവും തമ്മിൽ. ജീവിതത്തിൻ്റെ 99% തന്നോട് മാത്രം സംസാരിച്ചു തീർത്തൊരാളെ 100ാം ജീവിതത്തിൽ കണ്ടുമുട്ടിയാൽ അയാൾ നിശബ്ദമാണെന്ന് വിലയിരുത്താമോ? നമ്മുടെ കേൾവികളിൽ അയാൾക്ക് ശബ്ദമില്ലാതിരുന്നതിനാൽ അയാൾക്ക് ശബ്ദമേ ഇല്ലെന്ന് തീർച്ചപ്പെടുത്താമോ? ഒന്നിനെക്കുറിച്ചും അയാൾ ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ അയാൾക്കൊന്നും അറിയില്ലെന്നാണോ? എല്ലാറ്റിനെയും കുറിച്ചും അയാൾ എല്ലാം മിണ്ടുന്നുവെങ്കിൽ അയാൾക്കെല്ലാം അറിയാമെന്നാണോ? കാലത്തിൻ്റെ 99% തന്നോട് തന്നെ സംസാരിച്ചു തീർത്തയൊരാൾ നമ്മെ 100ാം കാലത്തിൽ കൂട്ടിമുട്ടിയാൽ നമ്മളും അയാളും കാലവും ജീവിതവും തമ്മിൽ എങ്ങനെ? പിന്നെ നിശബ്ദമായിട്ട് പ്രണയിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കവിത ഉണ്ട് കേട്ടോ. ഒന്നുമില്ല, അതായത് വെറുതെ ബഹളം ഉണ്ടാക്കിയിട്ട് എന്തിനാ വർത്താനം പറഞ്ഞിങ്ങനെ നമ്മൾ സൈലൻ്റായിട്ട് പ്രണയിക്കുക, ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു സാധനമാണത്. അതാണ് നോക്കട്ടെ. വേറൊരു സാധനം ഉൽപ്രേരകം. ഇത് നമ്മൾ സയൻസുമായി ബന്ധപ്പെട്ട് എഴുതിയ സാധനമാണ്. ഉൽപ്രേരകം ഇംഗ്ലീഷ് കാറ്റലിസ്റ്റ് എന്നൊക്കെ പറയുന്നു. ഉൽപ്രേരകം. വായും വായനയും തമ്മിലുള്ള ദൂരം എന്താണ്? നിശബ്ദതയും മുഴക്കവും ശബ്ദകോലാഹലങ്ങളും ഒരേ ബിന്ദുവിലാണോ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? പ്രണയവും രതിയും എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണാടിയിൽ കാണുന്നത് നിന്നെ തന്നെയാണോ? കാഴ്ചയും കണ്ണാടിയും പരസ്പര പൂരകങ്ങളാണോ? ഒരൊറ്റയുത്തരം 100 ചോദ്യങ്ങൾക്ക് ജലമാകുമോ? അസ്തിത്വം എന്നാൽ എന്ത്? സമവാക്യങ്ങളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? XYZ ആക്സിസുകളിൽ 0 എന്നതിൽ നിന്ന് ഒരു പയറുമണി കറങ്ങുന്നു എന്ന് കരുതാമോ? XYZ ആക്സിസുകളിൽ 0 എന്നതിൽ നിന്ന് ഒരു പയറുമണി കറങ്ങുന്നു എന്ന് കരുതാമോ? ആക്സിസുകളെ സമകേന്ദ്ര വൃത്തങ്ങളായോ സമാന്തര രേഖകളായോ കരുതാം?
3 ലിംഗങ്ങളിലേക്ക് 3 കാലങ്ങളിൽ പയറുമണി വർത്തിക്കുന്നുവെന്നും കരുതിയാലോ? ഐൻസ്റ്റീൻ, സെൻ, അപ്പുക്കിളി, അച്ചുതണ്ടുകളിൽ. 3 അച്ചുതണ്ടുകൾ ഇങ്ങനെ പറയുന്നത്. ഒന്ന് ഐൻസ്റ്റീൻ, ഒന്ന് സെൻ, ഒന്ന് അപ്പുക്കിളി. ഐൻസ്റ്റീൻ, സെൻ, അപ്പുക്കിളി, അച്ചുതണ്ടുകളിൽ ഡാർവീനിയൻ പയറുമണി കറങ്ങുകയാണിപ്പോൾ. കാലം, ദിശ, ദൂരം എന്നിവയിൽ ഊർജത്തിൻ്റെ ഒരു സമവാക്യം എഴുതാമോ? കാഴ്ചയുടെ യൂണിറ്റിൽ അതിനെ ചിത്രീകരിക്കാമോ? ഉൽപ്രേരകങ്ങളും വിശ്വാസവും അസ്തിത്വവും എന്ന കവിതയിലേക്ക് നമുക്കിതിനെയൊന്ന് മാറ്റി എഴുതാം? ക്വസ്റ്റ്യൻ മാർക്ക്. ഇതെന്ത് സാധനം? കുറേ ഉണ്ട്. ഇത് കണ്ണ് ആകെ എന്തോ ഒരു പോലെയോ. അടുത്ത് വേറെ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുത്തി അവൾ പെട്ടെന്ന് ഒരു ദിവസം സഡനായിട്ട് ഡിസപ്പിയർ ആയിപ്പോയി. എന്ത് പറ്റിയെന്നറിയില്ല. കമ്മ്യൂണിക്കേഷൻ റെഡി ആവാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ വെറുപ്പിച്ചതുകൊണ്ടോ എന്തെങ്കിലും ആവാം. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എനിക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ കൊണ്ടും വീടില്ലാത്തൊരവസ്ഥ കൊണ്ടും അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പറഞ്ഞ പ്രശ്നമാണത്. ഭയങ്കര ഷൈ ആയതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു. ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് കാര്യമായിട്ട്. എനിക്കിഷ്ടമുള്ള ഒരാൾ എൻ്റെ ലൈഫിൽ നിന്ന് പോകുകയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാണത്. അങ്ങനെ വിഷയം ചില സമയത്ത് ഭയങ്കര കുട്ടികളെ പോലെ പറ്റും. പക്ഷേ ഇത് ചില സമയത്ത് ഭയങ്കര വികൃതമാണ് കേട്ടോ ഈ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ ഒരു സംഗതിയാണ്. ബൊഹീമിയൻ മെയ്ഡ് എന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എനിക്ക് കിട്ടും. ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ട് നല്ല രസമുള്ള വ്യക്തിയുണ്ട്. ബൊഹീമിയൻ മെയ്ഡ്, അപ്പോൾ ബ്രാക്കറ്റിൽ ബൊഹീമിയൻ മെയ്ഡിന്. ഇത് 2 തരത്തിൽ ഈ കവിത ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ ഒരു വേർഷനാണ് പറയണേ. ബൊഹീമിയൻ മെയ്ഡിന് നോക്കാം. ബോൺസായി തലക്കെട്ട്, ബ്രാക്കറ്റിൽ ബൊഹീമിയൻ മെയ്ഡിന് തലക്കെട്ട് ബോൺസായി അല്ലേ ബോൺസായി. നേർത്തു വെളുത്തൊരു കുമിളപ്പൂജ്യത്തിൽ നിങ്ങൾ മുഴുത്ത ശബ്ദങ്ങളെ കുഴലൂതി കയറ്റുന്നു. ബോൺസായി എന്നാണ് തലക്കെട്ട്. അതിൻ്റെ താഴെ നേർത്തു വെളുത്തൊരു കുമിളപ്പൂജ്യത്തിൽ നിങ്ങൾ മുഴുത്ത ശബ്ദങ്ങളെ കുഴലൂതി കയറ്റുന്നു. പഴുതുകളടഞ്ഞ പൂജ്യം നിശബ്ദം വിങ്ങി മുഴങ്ങുന്നു. ഇല്ലാത്ത പഴുതിൽ ഞാൻ ചുണ്ടുകൾ ചേർത്ത് അവസാന ശ്വാസത്തിൽ ജീവൻ കൊടുക്കുന്നു. വീർക്കുന്നു ഉള്ളോട്ട് വിടർന്നുള്ളോട്ട്. തൊണ്ട പൊട്ടിയൊരു കരച്ചിലിന് ശ്വാസം മുട്ടുന്നു. മുഴുത്ത ബലൂൺ പഴുത്തു പൊട്ടുന്നു. ഇങ്ങനെ ഓൾ അവസാനം ഇല്ലാണ്ട് അതാണ് പറയണത് കേട്ടോ. ഇവിടെ അവസാനത്തെ ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ടു മേക്ക് റിയലൈവ്. പിന്നെ അതിൽ സൂയിസൈഡ് ടെൻഡൻസി ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് എഴുതി കുറേ കവിതകളുണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. അതൊന്ന് വായിക്കണം. അങ്ങനത്തെ സാധനം കുറേ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒന്ന് വായിക്കാം. പെനാൽറ്റി. ഇനി പറയുന്നത് തച്ചുവല്ലാണ്ട് വരും കേട്ടോ. അതാണ് അവസ്ഥ. പക്ഷേ ഒരു സമയത്ത് നമ്മൾ ഒക്കെ കയ്യിൽ നിന്ന് പോയി അല്ലെങ്കിൽ ഇത് കാര്യമില്ല എന്നൊക്കെ വേണ്ടി അങ്ങനെ ആർട്ടിസ്റ്റിക് സാധനം നമ്മുടെ പേഴ്സണൽ ലൈഫൊക്കെ വിട്ട് നമ്മൾ ആർട്ടിലേക്ക് കിടക്കുമ്പോൾ അതും കയ്യിൽ നിന്ന് പോയി എന്ന് തോന്നുന്ന സമയത്തോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാന്തനാവസ്ഥയിലൊക്കെ ഒരു സ്റ്റേജിലുണ്ടായിരുന്ന സാധനമാണ് പെനാൽറ്റി എന്നാണ് കവിതയുടെ പേര്. പെനാൽറ്റി ഇല്ല പെനാൽറ്റി. അതിൽ അതാണ് തലക്കെട്ട് പെനാൽറ്റി. റയോളം കുഴിഞ്ഞൊരു കുടിൽ റ എന്ന് പറഞ്ഞാൽ റ. അതുപോലെ ടയോളം കുമിഞ്ഞൊരു പച്ചപ്പാടം. ഠ എന്ന് പറഞ്ഞാൽ ഠ അല്ലേ, ഠമാർ പഠറിൽ ഠ അല്ലേ അത്. റയോളം കുഴിഞ്ഞൊരു കുടിൽ ഠയോളം കുമിഞ്ഞൊരു പച്ചപ്പാടം അകത്ത്. റയോളം കുഴിഞ്ഞൊരു കുടിൽ ഠയോളം കുമിഞ്ഞൊരു പച്ചപ്പാടം അകത്ത്. തുടുത്ത നിലാവ് പുറത്ത് ഓരിയിൽ മുഴുത്ത് ധ്യാനിച്ചൊരു കൂട്ടം പട്ടികൾ നടുക്ക്. കുടിലിനു വെളിയിൽ അലറി വിളിച്ച് കറക്കം പൂച്ചകൾ പരക്കം പാച്ചിലുകൾ. ഓരിയിൽ മുഴുത്ത് ധ്യാനിച്ചൊരു കൂട്ടം പട്ടികൾ നടുക്ക്. കുടിലിനു വെളിയിൽ അലറി വിളിച്ച് കറക്കം പൂച്ചകൾ പരക്കം പാച്ചിലുകൾ. കുടിലിനു മുകളിൽ തലയും കുത്തി കറുത്ത സൂര്യനിൽ തൊടുത്ത് ഞാൻ എൻ്റെ വെളുത്തു വീർത്തൊരു ബലൂൺ പറത്തൽ.
ഒറ്റടിക്ക് വായിച്ചാൽ കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ സാധനം ചിലപ്പോൾ കിട്ടുള്ളൂ. പെനാൽറ്റി. റയോളം കുഴിഞ്ഞൊരു കുടിൽ, ഠയോളം കുമിഞ്ഞൊരു പച്ചപ്പാടം അകത്ത്, തുടുത്ത നിലാവ് പുറത്ത്, ഓരിയിൽ മുഴുത്ത് ധ്യാനിച്ചൊരു കൂട്ടം പട്ടികൾ നടുക്ക്, കുടിലിനു വെളിയിൽ അലറി വിളിച്ച് കറക്കം, പൂച്ചകൾ പരക്കം പാച്ചിലുകൾ, കുടിലിനു മുകളിൽ തലയും കുത്തി കറുത്ത സൂര്യനിൽ തുടുത്ത് ഞാൻ എൻ്റെ വെളുത്തു വീർത്തൊരു ബലൂൺ പറത്തൽ. വേറെ സാൻഡ്വിച്ച് കുറച്ച് വരികൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ്? നിൻ്റെ ചുണ്ടുകളിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞുക്കുരുവികളെ പറത്തി വിടുന്നു, നിൻ്റെ ചുണ്ടുകളിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞിക്കുരുവികളെ പറത്തി വിടർന്നു, പറത്തി വിടുന്നു. ഇനി ലുട്ടാപ്പി പാട്ട് വേണ്ട സാധനം. ലുട്ടാപ്പിട്ടോ എവിടെ കിടക്കണത്? പിന്നെ കുറേ ചിത്രം വരെ മാത്രമായിട്ടുള്ള കുറേ കവിതകളുണ്ട് കേട്ടോ. പിന്നെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള പ്രേമം തോന്നിയുള്ള സാധനം, തീ പോലെയുള്ള പ്രണയം, ഇങ്ങനെയുള്ളൊരു സാധനമൊക്കെ ഉണ്ടെങ്കിൽ ആവട്ടെ. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഡൽഹിയിൽ പോയൊരു സമയം ഉണ്ടായിരുന്നു. കയ്യിൽ കാശൊന്നും ഇല്ലാണ്ടേ ഒരു 1000 രൂപ എന്തോ വെച്ചിട്ട് ഡൽഹി പോയിട്ട് ഒരു മാസം താമസിച്ചിട്ട് വന്ന അവസ്ഥ. എൻ്റെ ഒരു സുഹൃത്താണ് അവിടെ എൻ്റെ കുറേ കാര്യങ്ങൾ നോക്കിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ട്രെയിനിലിരുന്ന് എഴുതിയ ഒരു കവിതയാണ് ഓട്ടം അല്ലെങ്കിൽ കുതിപ്പ്. ഓട്ടം ഒരു സ്ലാഷ് ഇട്ടിട്ട് കുതിപ്പ്, ചാട്ടം സ്ലാഷ് ഇട്ടിട്ട് കുതിപ്പ്. നോക്കട്ടെ. ഒറ്റയ്ക്ക് യാത്ര തിരിക്കാൻ ശ്രമിച്ചവൻ്റെ ഇടയിലേക്ക് തിമിംഗലങ്ങൾ പറന്നു വന്ന് എല്ലുകളിലെ ജലം മോഷ്ടിച്ച് കടന്നു കളയുമ്പോൾ ട്രെയിനിൻ്റെ ജനാലമരത്തിൽ ഒരു കൂട്ടം തൂക്കണാങ്കുരുവി കൂടുകൾ ബാക്കിയാവുന്നത് എങ്ങനെ? പിന്നെ അത് വേറെ എഴുതണ്ടേ. ഞാൻ ഇവിടെ നിന്ന് അയ്യടാ അത് പോയത് ചേടാ. ലജാവതിയെ നിൻ്റെ കള്ളക്കിടക്കണ്ണിൽ തഴുമ്പ് നിലാവ് പോയി തോന്നുന്നു. അങ്ങനെയാണ്. ആകാശത്തെ നക്ഷത്രങ്ങളിലേക്ക് കണ്ണുകളെറിയുന്നവർ കണ്ണുകളിലെ നക്ഷത്രങ്ങളെ കാണാതെ പോക്കാണോ? ഇത് തലക്കെട്ട്. ആകാശത്തെ നക്ഷത്രങ്ങളിലേക്ക് കണ്ണുകളെറിയുന്നവർ കണ്ണുകളിലെ നക്ഷത്രങ്ങളെ കാണാതെ പോക്കാണോ? പറന്ന് 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 പോവണ ഒരു അപ്പൂപ്പൻ താടി, പറന്ന് പോവണ ഒരു അപ്പൂപ്പൻ താടി, രണ്ട് വലിയ സോപ്പ് കുമിളകൾ, വയസ്സായി അതിൻ്റെ രസത്തിൽ സ്വപ്നങ്ങൾ നെയ്യണ ഒരു പാവം പൂമ്പാറ്റ. ഇവരൊരുമിച്ച് കണ്ടുമുട്ടട്ടെ. രണ്ട് കുമിളക്കാലുകൾ, ഒരു അപ്പൂപ്പൻ താടി മെയ്യ്, രണ്ട് പൂമ്പാറ്റ ചിറകുകൾ. അങ്ങനെയാണ് കവിത. ഓക്കെ, ഇത് കുറേ നേരമായില്ലേ, 27 മിനിറ്റായില്ലേ. ലുട്ടാപ്പി കണ്ട അത് ഞാൻ നിൽക്കും വായിക്കണം. ലുട്ടാപ്പിയുടെ ആദ്യ രാത്രി എന്നൊരു കവിത ഉണ്ടായി അയച്ചിട്ടുണ്ടാവൂലേ. ലുട്ടാപ്പിയുടെ ആദ്യ രാത്രി കേട്ടിട്ടുണ്ടോ? അതവിടെ നിൽക്കട്ടെ. ലുട്ടാപ്പി പാട്ട് പറഞ്ഞിട്ട് ലുട്ടാപ്പീനെ മാമ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തുള്ള അതൊരു സംഗതിയാണ് ലുട്ടാപ്പി പാട്ട്. അത് നോക്കട്ടെ. ലുട്ടാപ്പി പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവിതകളിലൊന്നും ലുട്ടാപ്പി പാട്ടാണ്. കാണാൻ്റെ ഇപ്പം ഇതില്ലേ. കുറേ ഉണ്ട്. ഇത് 250 കവിതകളുണ്ട്. ഇതൊന്ന് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ പാടാണ്. ഇത് പല മൂഡിലുള്ള കവിതകളുണ്ട് കേട്ടോ. അതാണ്, എല്ലാം ഒരേ ലെവലിലല്ല. ഇത് ഞാൻ ഒരു പ്രത്യേക രീതിയിൽ പബ്ലിഷ് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ സാധനം. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ എല്ലാ കോലത്തിലല്ല അത് വന്നത്. ആ കവിതയുടെ വരി എന്താ പറഞ്ഞാൽ ആകാശത്തെ നക്ഷത്രങ്ങളെ കണ്ണും. അടുത്ത് കിട്ടി. ഇത് നിങ്ങൾ വിചാരിച്ച ലുട്ടാപ്പിനെ കാണാനല്ല, ലുട്ടാപ്പി പാട്ട്. നോക്കുക, ലുട്ടാപ്പി പാട്ട് എന്നാണ് കവിതയുടെ പേര് കേട്ടോ. തലക്കെട്ട് ലുട്ടാപ്പി പാട്ട്. നോക്കല്ലേ. പേടിത്തൊണ്ടൻ ലുട്ടാപ്പി പാട്ട് എന്നാണ് തലക്കെട്ട്. പേടിത്തൊണ്ടൻ ലുട്ടാപ്പീനെ കുട്ടികളെല്ലാം കൂടി പേടിത്തൂറിയെ എന്ന് കളിയാക്കിയിട്ട്, പേടിത്തൊണ്ടൻ ലുട്ടാപ്പീനെ കുട്ടികളെല്ലാം കൂടി പേടിത്തൂറിയെ എന്ന് കളിയാക്കിയിട്ട്, ഹിയ ഹോയിന്ന് ധൈര്യണ്ട് കാണിക്കാൻ രാജുവിനെയും രാധേനെയും കിക്കിക്കിന്നും പറഞ്ഞ് പിച്ചേ നുള്ളൊക്കെ ചെയ്ത ലുട്ടാപ്പീനെ എല്ലാവരും കൂടി ചാത്താനേ എന്ന് ഓടിച്ചിട്ട്
കാട്ടുപൊന്തയിൽ ഒളിഞ്ഞിരുന്നപ്പോൾ കല്ലെടുത്തെറിഞ്ഞിട്ട് കല്ല് കൊണ്ട് കൊമ്പ് പൊട്ടിയിട്ട് വാലും ചുരുട്ടി കരഞ്ഞ ലുട്ടുവിനെ ഗർന്ന് പായിച്ചു വിട്ടിട്ട് കൊമ്പിലും മൂക്കിലൊക്കെ വാവുമായി കമ്മ്യൂണിസ്റ്റ് ഇലേൻ്റെ ചാറും തേച്ച് നീറിയിട്ട് അന്ത്യാമ്പം മാമുണ്ണാണ്ട് നീങ്ങിന്ന് സങ്കടപ്പെട്ട് പിണങ്ങി പാറൻ്റെ മുകളിൽ ഒറ്റയ്ക്കിരുന്നിട്ട് ടിട്ടിട്ട് ലുട്ടാപ്പീനെ ചോറുണ്ണിക്കാനും കൈകഴുകിക്കാനും മുറുങ്ങുറുക്കാനൊക്കെയായി ഉറക്കാനായി എന്ന് ഉദ്ദേശിക്കുന്നത് മുറുങ്ങുറുന്ന് ഉറക്കാനൊക്കെയായി ഡാഗ്രിമൂമ്മ പാടണ പാട്ട്. അതാണ് കവിത. അപ്പോൾ അത്ര മതി അല്ലേ. വേറെ സാധനം കേട്ടോ, ഓക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രാന്താണ് ആ ബുക്ക്. അതിന് ബേസ് ചെയ്തൊരു PhD ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമായിരുന്നു. അല്ലെങ്കിൽ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യണം ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പുറത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഖസാക്കിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച്. അങ്ങനെ മൈക്ക് ഓഫാണോ ഇല്ല എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് പേപ്പർ പ്രസൻറ്റേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടല്ല, അതിലെ 2 കഥാപാത്രങ്ങളെ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പുക്കിളി അതേപോലെ ആബിദ. ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചവരിക്കേ ഞാൻ പറയുന്നത് ക്ലിക്കാവുള്ളൂ. ഇത് എഴുതുന്നത് വേറൊരു രീതിയിലാട്ടോ. പല വാക്കുകളും പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കി നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട സാധനമാണ്. അത് ഒരു കവിതയെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരിക ഭയങ്കര പ്രശ്നം. ഇതിങ്ങനെ കാണിച്ചു തരേണ്ട സാധനമാണത്. നോക്കല്ലേ. അപ്പുക്കിളി ആബിദക്കെഴുതിയ കത്ത്, പ്രേമലേഖനാട്ടോ. അപ്പുക്കിളി ആബിദക്കെഴുതിയ കത്ത് പാതിയിലധികവും ചിതൽ തിന്നുപോയി ബാക്കി വന്നത്. അപ്പുക്കിളി ആബിദക്കെഴുതിയ കത്ത് പാതിയിലധികവും ചിതൽ തിന്നുപോയി ബാക്കി വന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഇത് എഴുതണതൊക്കെ വേറെ രീതിയിൽ. അപ്പോൾ ആബിദ എന്നുള്ളതിന് നിട്ടിട്ട് 2 ദീർഘിട്ടുണ്ടാവും. അപ്പോൾ കാരണം ഇവൻ ഇല്ലിറ്ററേറ്റ് ആണ്, ഇവൻ അങ്ങനെ എഴുതാനും വായിക്കാമെന്ന് അറിയില്ല. അപ്പോൾ ഇവൻ പറ്റണ ഭാഷ വെച്ചിട്ട് മലയാളം വെച്ചിട്ട് എഴുതണതാണ്. അങ്ങനെയാണ് ഇമാജിൻ ചെയ്യണത്. നിങ്ങൾ സാധനം കേൾക്കട്ടെ. അതിൽ ചിതൽ തിന്നുപോയി എന്നുള്ള ചിതൽ തിന്നുപോയ ഭാഗത്തൊക്കെ 3 കുത്തി നട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ള കഷ്ടം മാത്രമാണ് നമ്മൾ വായിക്കുള്ളൂ. ഓക്കെ. ചിതൽ തിന്ന ഭാഗത്തൊക്കെ ഞാൻ ചിതൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പുക്കിളി ആബിദക്കെഴുതിയ കത്ത് പാതിയിലധികവും ചിതൽ തിന്നുപോയി ബാക്കി വന്നത്. ആബിദ കുക്കുടുയി ചിതൽ. ആബിദനെ വിളിക്കണേ. കത്തിൻ്റെ തുടക്കം എങ്ങനെയാണ്? ആബിദ കുക്കുടുയി ചിതൽ. ചമ്പകപാറയിൽ മലന്ന് കിടകുമ്പോൾ ഉറങ്ങിയൊരു സ്വപ്നം കണ്ടു. കാട്, വളുത്ത കാറ്റുപോക്കൾ, ഓടിച്ചാടി ചിതൽ, തുമ്പികൾ വർത്താനം ചിതൽ, രണ്ടാളിൻ്റെ മണ്ടോള് തമ്മിൽ മുട്ടുമുട്ടേ, ചെവിയിൽ അങ്ങിടുങ്ങിട് ചിതൽ, കാക്കേ പൂച്ചേ ചിതൽ, കാട്ടുചോലയിൽ കുളി ചിതൽ, മുളങ്കുടിൽ നമ്മൾ സീണിച്ച് ചിതൽ, രാത്രി പാതിയുറക്കം എണീറപ്പോൾ ഈ പുറത്ത് ഞാൻ അന്നെ നോക്കി ഡുണ്ണിനും മുണ്ടാണ്ട് കടത്തം, ഉറക്കപ്പിച്ചേൽ ഇന്നെ പതകക്കെ ചിതൽ, ഞാൻ അന്നെ കുമ്പളച്ചൂണ്ടൽ മുത്തം ചിതൽ, മൊയിലിക്കുട്ടിയോളും നമ്മൾ മഞ്ഞുകുതിരിനെ പായിച്ച് കളിച്ച്, കുഞ്ഞുമീനോളെ കോരിയെടുത്ത് ഒന്ന് ശ്വാസത്തിൽ പൂത്തിരി കത്തിച്ച് വടർന്ന് തണുത്ത്, അമ്മിഞ്ഞളുടെ ഇടയിൽ മുഖം പോളത്തി ഈ കെട്ടിപ്പിടിച്ച് നമ്മൾ ഉറങ്ങി ചെയ്ത് ആവിതോ ചിതൽ. ഇവന് പ്രേമം മൂത്തിട്ടേ പ്രേമലേഖനത്തിൽ എഴുതിയേക്ക് ചേർക്കണവൻ. അതാണ് സംഭവം. സംഗതി എന്താണെന്ന് വെച്ചാൽ ഞാൻ സിമ്പിളായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആബിദയ്ക്ക് ലവ് ലെറ്റർ എഴുതിയിരിക്കണത് പകുതിയിലധികം ചെതൽ തിന്നു പറഞ്ഞത്, ചെതലരിച്ചിരണത് കൂടെ. അപ്പോൾ ബാക്കി കുഞ്ഞ് കഷ്ണം കിട്ടണത് അതിലുള്ള വാക്കുകളാണ് ഇവിടെ പറയണത്. ചെതൽ തിന്ന ഭാഗത്തൊക്കെ ചിതൽ എന്ന് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ആബിദ കുക്കുട് നമ്മൾ പറയില്ലേ സ്വത്തുമണി പഞ്ചാരമണി എന്ന് പറഞ്ഞ പോലെ ആബിദ കുക്കുട്. എങ്ങനെയാണ് സല്യൂട്ടേഷൻ അഭിസംബോധനയിൽ? ആബിദ കുക്കുടോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആബിദ കുക്കുട് ചമ്പകപ്പാറയിൽ മലർന്ന് കിടക്കുമ്പോൾ, ചമ്പകപ്പാറയിൽ ഇങ്ങനെ മലർന്നിട്ട് മേപ്പിട്ട് നോക്കി കിടക്കുമ്പോൾ ഉറങ്ങിയൊരു സ്വപ്നം കണ്ട്. ഞാൻ ഒരു സ്വപ്നം കണ്ടു കിട്ടുമെന്ന്. എന്താ സ്വപ്നം? കാട്, വെളുത്ത കാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സമാധാനം. കാട്, വെളുത്ത കാറ്റുപൂക്കൾ, നമ്മൾ ഓടിച്ചാടി നടക്കുകയാണെന്ന്. തുമ്പികളോടൊക്കെ വർത്താനം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തുമ്പികൾ വർത്താനം പറഞ്ഞിട്ട്, രണ്ടാളിൻ്റെയും മണ്ടോള് തമ്മിൽ ഇങ്ങനെ മുട്ടേ വേണ്ടി ഇങ്ങനെ കളിക്കൂലേ ആ സാധനം. ചെവികൾ അങ്ങോട്ട് ചെവികളൊക്കെ പിടിച്ചിട്ട് കാക്കേ പൂച്ചേ ചെവി പിടിച്ചിട്ട് കാക്കേ പൂച്ചേ നാട്ടൂലേ ആ സാധനം. കാട്ടുചോലയിൽ നമ്മൾ കുളിക്കും. മുളങ്കുടിൽ നമ്മൾ ക്ഷീണിച്ച്, എന്നിട്ട് നമ്മൾ കാട്ടുചോലയിൽ കുളിക്കൽ കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ട് ഒരു മുളങ്കുട്ടിൽ കിടക്കുകയാണ്. അതാണ് പറയുന്നത് മുളയും കൊണ്ടുണ്ടാക്കിയ കുടിൽ. രാത്രി പകുതി ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റ് നോക്കിയപ്പോൾ ഇവൻ്റെ തൊട്ടപ്പുറത്ത് പെണ്ണ് കിടക്കണം. ഞാൻ അന്നയെ നോക്കി ഡുണ്ണൊന്നും മുണ്ടാണ്ട് കിടത്തം. അപ്പോൾ ഓള് ഉറങ്ങണ ഓളെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളിങ്ങനെ ഉറങ്ങണ ഒരാളെ നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടു കൂടി നോക്കൂലേ ആ സാധനമാണ്. ഉറക്കപ്പിച്ചയിൽ ഇന്നെ പതകൊക്കെ. അപ്പോൾ അവളെ ഉറക്കപ്പിച്ചിൽ ഇവനെന്ത് ചെയ്യണേ? പതുക്കെ എന്തോ ചെയ്തു അറിയില്ല. ഞാൻ എന്നെ കുമ്പളച്ചുണ്ടൽ മുത്തം, ഞാൻ എൻ്റെ കുമ്പള പോലുള്ള ലിപ്സിൽ കിസ് ചെയ്തു. മൊയില് കുട്ടികൾ നമ്മൾ പിന്നെ ഇവർ തമ്മിൽ ലവ് മേക്കിങ് പറയുന്നുണ്ടോ. മൊയില് കുട്ടികൾ നമ്മൾ ചിലപ്പോൾ ഇമാജിനേഷൻ ആയിരിക്കട്ടെ അറിയില്ല കേട്ടോ.
അല്ല ഇവൻ്റെ ഇമാജിനേഷനാണ് ഇത്. മൊയിലിക്കുട്ടികളെ പോലെ നമ്മൾ മഞ്ഞക്കുതിരേനെ പായിച്ച് കളിച്ച് ഇത്രയും തണുപ്പുള്ള രീതിയിൽ അതാ പറയുന്നത്. കുഞ്ഞു മീനുകളെ കോരിയെടുത്ത് ഒന്ന് ശ്വാസത്തിൽ പൂത്തിരി കത്തിച്ച് വിടർന്നാണത്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, എനിക്ക് നാണം വരും. സംഗതി ഇമാജിൻ ചെയ്യും. അമ്മിഞ്ഞളുടെ ഇടയിൽ മുഖം പുഴത്തി ആ സാധനം ഈ കെട്ടിപ്പിടിച്ച് അവളിങ്ങനെ അവളുടെ ബ്രസ്റ്റിലേക്കും ചേർത്ത് പിടിക്കുകയാണ്. നുറുങ്ങുറുന്ന് കുറുക്കം വെച്ചിട്ട് നമ്മൾ ഉറങ്ങുകയും ചെയ്ത് ആവിത എന്ന് പറയും. ഇൻകംപ്ലീറ്റ് ആണ് ഈ കവിത. അവസാനം ചിതയിൽ നിന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ അങ്ങനെ കുറേ സാധനമുണ്ട്. പിന്നെ ഗർഭം പിടിച്ച എഴുത്തുകൾക്കും ചില ഇനം എട്ടുകാലികൾക്കും സംഭവിക്കാവുന്നത്. കാരണം ഞാൻ എൻ്റെ ഡിഗ്രി ടൈമിലൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ കവിതകൾ എഴുതിയൊരു ബുക്ക് കൊടുത്തിരുന്നു. കാരണം ഇതെന്നെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളത് കയ്യിൽ വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ബുക്കിന് സംഭവിക്കുന്ന ആ കവിതകൾക്ക് സംഭവിക്കണം പറഞ്ഞിട്ട് ഞാനൊരു കവിത എഴുതിയായിരുന്നു. അതാണ് സംഗതി. അപ്പോൾ ഗേസ് 35 മിനിറ്റ് എന്തോ ആയിരുന്നു കേട്ടോ വീഡിയോ. അപ്പോൾ ശരി ഗേസ്, വേറെ വീഡിയോയിൽ കാണാം കേട്ടോ.